തിരിച്ചിട്ടാലും മറിച്ചിട്ടാലും എങ്ങനെ ഉണ്ടാക്കിയാലും പാളിപ്പോവാതെ കിട്ടുന്ന ഒരേ ഒരു സാധനമാണ് ചിക്കൻ കറി. അതിലെനിക്ക് ഭയങ്കര സന്തോഷവും അഭിമാനവും ഒക്കെ തോന്നുന്നത് ചിക്കൻ കറി കഴിക്കുമ്പോഴാണ്. ഇത്രയും നല്ല രീതിയിൽ ഞാൻ ഉണ്ടാക്കുമെന്ന്. എങ്ങനെ സിമ്പിളായിട്ട് ചിക്കൻ കറി ഉണ്ടാക്കാൻ നമുക്ക് നോക്കാം. കുറച്ച് എണ്ണ ഒഴിക്കുക. അതിന് ശേഷം കയ്യിൽ കിട്ടിയ ഇഞ്ചിയും വെളുത്തുള്ളിയും നിങ്ങളുടെ ഇഷ്ടത്തിനും അളവിനും അനുസരിച്ച് അരിഞ്ഞ് എടുക്കുക. അതിനുശേഷം കുറച്ച് സവാള, ഞാനിവിടെ 2 സവാള എടുത്തേക്കുന്നത്. കുറച്ച് കറിവേപ്പില ഇടുന്നുണ്ട്. അത് ആർപ്പാടാണെന്ന് എനിക്കറിയാം, എന്നാലും നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ഇട്ടോ, എന്തിനാ വെറുതെ. അതിനുശേഷം കുറച്ച് ഉപ്പ് ചേർക്കുക. പെട്ടെന്ന് വഴന്ന് കിട്ടുമെന്നാണ് കാരണവന്മാർ പറഞ്ഞിട്ടുള്ളത്, അതുകൊണ്ട് നമ്മളതും ഫോളോ ചെയ്യാം. സയൻറ്റിഫിക്കലി പ്രൂവ്ഡാണ്. അതിന് ശേഷം നമ്മൾ നല്ല രീതിയിൽ വഴറ്റുക. അതിൻ്റെ ഇടയ്ക്ക് വേണമെങ്കിൽ ഹെൽത്തി ഫുഡായ ഫ്രൂട്ട്സൊക്കെ ഇടയ്ക്കിടയ്ക്ക് കഴിക്കാവുന്നതാണ്. അതിന് ശേഷം നമ്മൾ കുറച്ച് പൊടികളിടുക. മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, കാശ്മീരി ചില്ലി പൗഡർ, ഇതൊക്കെ ഇടുക. അതിന് ശേഷം ഒന്നും കൂടെ നല്ല രീതിയിൽ വഴറ്റി കൊടുക്കുക. ഈ ടൈമിൽ നമ്മുടെ എന്താ പറയുക, ഗ്യാസ് കുറച്ച് ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതി. ശേഷം ഒരു തക്കാളി ഞാൻ അരിഞ്ഞിട്ടുണ്ടായിരുന്നു. ആ തക്കാളി നല്ല രീതിയിൽ ഇളക്കി കൊടുക്കുക. ആ തക്കാളി ഒരു പേസ്റ്റ് പരുവത്തിലേക്ക് വരണം. അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചിട്ടുണ്ട്. എന്നിട്ട് നല്ല രീതിയിൽ മുട്ടി കൊടുക്കുന്നുണ്ട്. എങ്ങാനും പെട്ടെന്ന് വഴന്ന് കിട്ടിയാലോ എന്ന് ആലോചിച്ചിട്ട്, കാരണം നല്ല രീതിയിൽ വിശക്കുന്നുണ്ട്. അതിനുശേഷം നല്ലോണം ഒന്ന് ഇളക്കി മറിച്ച് തിരിച്ചിട്ട് കൊടുക്കുക. ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ആ വലിയ സത്യം ഞാൻ മനസ്സിലാക്കിയത്. ഞാൻ ചിക്കൻ മസാല ഇടാൻ മറന്നുപോയി. വിശന്നിട്ടുള്ള മറവിയാണോ അതോ വീഡിയോ എടുക്കുന്നതിൻ്റെ തിരക്കാണോ ഒന്നും മനസ്സിലായില്ല. ചിക്കൻ മസാല ഇട്ടില്ല എന്ന് അപ്പോഴാണ് ഓർത്തത്. സാരമില്ല, നമുക്ക് വീണ്ടും ചിക്കൻ മസാല ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഇടുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്താക്കാം, മസാലപ്പൊടി ഇടുന്നതിൻ്റെ ടൈമിൽ ചിക്കൻ മസാല ഇടാവുന്നതാണ്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഉടച്ചു കൊടുക്കുന്നുണ്ട്. പെട്ടെന്നെങ്ങാനും മസാല റെഡിയായാലോ, അതുകൊണ്ട് മാത്രമാണ് ഇങ്ങനെ ചെയ്യുന്നത്. പിന്നെ യൂറോപ്യൻ രാജ്യങ്ങളിൽ പോയിട്ടുള്ള ആൾക്കാർക്കൊക്കെ അറിയാം, എല്ലാവരുടെ വീട്ടിലും സ്ഥിരമായിട്ടുണ്ടാകുന്ന ഒന്നാണ് ചിക്കൻ കറി. ദാരിദ്ര്യമായാലും പട്ടിണിയായാലും ചിക്കൻ കറിക്ക് മാത്രം ഒരു കുറവും ഉണ്ടാവില്ല. കണ്ടോ, ചിക്കൻ്റെ ഇവിടെ ഞാൻ ചിക്കൻ്റെ കാലുകൾ എടുത്തിട്ടുണ്ട്. ആ കാല് വെച്ചിട്ടാണ് ഇന്ന് കറി ഉണ്ടാക്കാൻ പോണത്. ഇതാണ് ഞാൻ ഇടുന്ന ചിക്കൻ മസാലപ്പൊടി. ആരും തെറ്റിദ്ധരിക്കേണ്ട, ഞാൻ ജസ്റ്റ് ഒന്ന് മറന്നു പോയതാണ്. അതിനുശേഷം ബാക്ക് ടു ദ പോയിൻറ്റ്. നാട്ടിലെ അടുക്കള ഞാൻ കണ്ടിട്ടില്ലെങ്കിലും ഇവിടുത്തെ അടുക്കള ഞാൻ സ്ഥിരമായിട്ട് കാണുന്നുണ്ട്. എന്നും സ്ഥിരമായി പോകുകയും സന്ദർശിക്കുകയും ചെയ്യുന്ന ഒരേ ഒരു സ്ഥലം എന്ന് പറയുന്നത് എൻ്റെ അടുക്കളയാണ്. അതാ ഞാൻ വീണ്ടും വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്, നല്ല രീതിയിൽ ഇളക്കി കൊടുക്കുന്നുണ്ട്. പെട്ടെന്നൊന്ന് പേസ്റ്റായി കിട്ടിയിരുന്നെങ്കിൽ വേഗം കഴിച്ചിട്ട് പോകായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് പറഞ്ഞുകൊണ്ടിരുന്നപ്പോഴാണ് ഉപ്പ് കുറവായിരുന്നു. അപ്പോൾ ഞാൻ ഉപ്പൊന്ന് ടേസ്റ്റ് ചെയ്തിട്ട്, ഇടയ്ക്ക് ടേസ്റ്റ് ചെയ്ത് വെക്കുന്നത് നല്ലതാണ്. എങ്ങനെയുണ്ടെന്ന് മനസ്സിലാവാമല്ലോ. അത്യാവശ്യം നല്ല രീതിയിൽ എരിവ് വന്നിട്ടുണ്ട്. ആ കളർ കണ്ടാൽ നിങ്ങൾക്ക് അറിയാമല്ലോ. ഇച്ചിരി എരിവ് കൂടിപ്പോയി, പോട്ടെ, സാരമില്ല. ഒരു കളറിനും ഒരു ഭംഗിക്കൊക്കെ അതിരിക്കട്ടെ. ശരി. അതിനുശേഷം ഞാൻ ചിക്കൻ്റെ കാലുകൾ കണ്ടില്ലേ, സെക്സി കാലുകൾ ഞാൻ അതിൻ്റെ ഇടയ്ക്ക് കുത്തി കയറ്റുന്നുണ്ട്. പാത്രം ചെറുതാണ്, നമുക്കുള്ള പാത്രത്തിൽ മാത്രമേ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. ഞങ്ങളെല്ലാവരുടെ കയ്യിലും 2-3 പാത്രങ്ങൾ മാത്രമേ ഉള്ളൂ. ആ പാത്രത്തിലാണ് നമ്മൾ എല്ലാ കറികളും, ഇന്ന കറിയെന്നൊന്നുമില്ല, എല്ലാത്തിനും ഒരേ പാത്രം മാത്രമേ ഉള്ളൂ. അപ്പം നല്ല രീതിയിൽ നിങ്ങൾക്ക് പറ്റുന്ന പോലെ ഇളക്കി മറിച്ച് മസാലകൾ തേച്ചിടുക. മസാല നല്ല രീതിയിൽ പിടിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ പ്രത്യേകത, ഞാൻ അധികം വെള്ളം ഒഴിക്കുന്നില്ല. കാരണം നമ്മുടെ ചിക്കനിൽ ഓൾറെഡി വെള്ളമുണ്ട്. ആ വെള്ളം ഇറങ്ങിക്കഴിയുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. നമ്മൾ എക്സ്ട്രാ വെള്ളം ഒഴിച്ച് കഴിയുമ്പോൾ അതിന് അത്ര ഒരു ടേസ്റ്റ് വരത്തില്ല, അതുകൊണ്ടാണ്. അപ്പോൾ കുറച്ച് നേരം മൂടി വെച്ചിട്ട് കുറച്ച് കത്തിയൊക്കെ വെച്ചു. അതിൻ്റെ ഇടയ്ക്ക് പാത്രങ്ങളൊക്കെ കഴുകി വീണ്ടും വന്ന് പൊന്നിച്ച് നോക്കുന്നുണ്ട് എന്തായി എന്നറിയാൻ. പിന്നെ ഒരു കാര്യം, ഗരം മസാല അത് ഇടണം. ഗരം മസാല എന്തിനാന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഒരു മണത്തിനും രുചിക്കും എല്ലാത്തിനും നല്ലതാണ്. അപ്പോൾ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അത് ഇടണം എന്ന് ഒരു നിർബന്ധവും ഇല്ലേ. ഞാൻ ഇതിൽ പറയുന്ന എല്ലാ കാര്യങ്ങളും ഭയങ്കര മിനിമലിസ്റ്റായിട്ടാണ് ഉണ്ടാക്കുന്നത്. ചിക്കൻ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ചിക്കൻ്റെ കൂടെ എന്ത് കഴിക്കുമെന്ന് ആലോചിച്ചപ്പോഴാണ് ഒന്നുമില്ല എന്ന് മനസ്സിലായത്. അപ്പം തന്നെ പോയി ചോറ് വെച്ചു. ഞാനിവിടെ ബസ്മതി റൈസാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ ഈ മല്ലിച്ചപ്പ്, ഇതൊക്കെ ഒരു ആർഭാടാണ്, എന്നാലും ഇരിക്കട്ടെ, ഒരു വഴിക്ക് പോവല്ലേ. മല്ലിച്ചപ്പ് കിടക്കണം കാണാൻ ഒരു ഭംഗി. പിന്നെ എനിക്ക് മല്ലിച്ചപ്പ് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ മല്ലിച്ചപ്പും ഇട്ട് നമ്മുടെ ചോറ് അവിടെ തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇന്ന് ചോറും ചിക്കൻ കറിയാണ് എൻ്റെ ജോലിക്ക് പോണേക്ക് മുന്നേ ഉള്ളത്. അപ്പോൾ കുറച്ച് നേരം കൂടെ നമുക്ക് വെയിറ്റ് ചെയ്യാം, എപ്പോൾ റെഡിയാകുമെന്ന് നമുക്ക് നോക്കാം. നല്ല വിശക്കുന്നുണ്ട്, കുഴപ്പമില്ല, നമുക്ക് വെയിറ്റ് ചെയ്യാം. ഏകദേശം വെന്തിട്ടുണ്ട്, ചിക്കനിൽ നിന്നൊക്കെ വിട്ട് വരുന്നുണ്ട്, എന്നാലും കുറച്ച് നേരം കൂടി ഇരിക്കുന്നുണ്ട്. ഓക്കെ, ഇപ്പം നമ്മുടെ ചിക്കൻ കറി റെഡിയായി. അങ്ങനെ സ്വാദിഷ്ടമായ ചിക്കൻ കറി നോക്കൂ.